അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ വാനിലയും ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചു വെച്ച 1 കപ്പ് പഞ്ചസാര നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചെടുക്കാം. $250 ഗ്രാം മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/3 കപ്പിന് 1 കപ്പ് കൊക്കോ പൗഡർ. ഇനി ഇവ നമുക്ക് നന്നായിട്ട് 3 പ്രാവശ്യം ഒന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ പൊടികൾ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ നമുക്ക് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനിനി ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ 10 മിനിറ്റ് മുമ്പേ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലൊരു 40 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുവേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ പിന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കളറിന് വേണ്ടി കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ ക്രീമും റെഡിയായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്നും തുറന്നു നോക്കണേ. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കട്ടെ. ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചൂടാറാകാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു കേക്കിൻ്റെ ചട്ട വെച്ച് നമുക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലേക്ക് തൂവി കൊടുക്കാം. ക്രീം വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗണാഷ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.